ചാർലിക്ക് ചാർലിക്ക് ഒരു കപ്പ് എടുത്തു. അതെ അതെ അതെ, നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുക. സുഖം ഉഷാറിലെ. ബോള് തൊട്ടിട്ടില്ല. നമ്മളെ ടീമിനാണ് സപ്പോർട്ട്. എങ്കിൽ ഇവിടെ നമ്മള് ഫൈറ്റ് ചെയ്തു. ഓക്കെ, അടിപൊളി. നല്ല ബോളിംഗ്. കേരള ക്രിയേറ്റേഴ്സ് ക്രിക്കറ്റ് ലീഗ്, ഇൻഫ്ലുവൻസേഴ്സിന്റെ ക്രിക്കറ്റ് ലീഗ് തുടങ്ങാണ്. ഏകദേശം 52ഓളം കേരളത്തിലെ ഫേമസ് ആയ 52ഓളം ഇൻഫ്ലുവൻസേഴ്സ് ആണ് പങ്കെടുക്കുന്നത്. നമ്മൾ അതിന്റെ മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. 4 ടീമുകളാണ്. ഒന്ന് നമ്മള് മലപ്പുറം ടൈറ്റൻസ്, അതേപോലെ തന്നെ ഇൻസിയം ട്രിവാൻഡ്രം, ക്രിക്കറ്റ് ഷാക്ക് തൃശ്ശൂര്, അതേപോലെ കൊച്ചി ലെജൻസ്. യെസ്, നിങ്ങൾ ഏത് ടീമിലാണ്? മലപ്പുറം ടൈറ്റൻസ്. നമ്മുടെ ടീം കൂടി ഇരിക്കുന്ന ആളിനെ അറിയാലോ അല്ലെ, ജിവിൻ പ്രഭാകർ. യെസ്, കറക്റ്റ്. യെസ്, നിങ്ങൾ മലപ്പുറം ടീമിലല്ലേ? സായാണ് നമ്മളെ സീക്രട്ട് ഏജന്റ്. സായാണ് ക്യാപ്റ്റൻ. കപ്പടിക്കല്ലേ? ആ കോൺഫിഡൻസ് ആണ്. നിങ്ങളുടെ ടീം സെറ്റ് അല്ലേ? ഫുള്ള് പ്രാക്ടീസ് ആണ് പറഞ്ഞു. ഉള്ളതിൽ ഏറ്റവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ടീം നിങ്ങൾ മാത്രമാണ് അറിഞ്ഞത് ടീമായിട്ട്. എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം. ഫിസാറ്റില്, അങ്കമാലി ഫിസാറ്റ് ഗ്രൗണ്ടിലാണ്. ഓ യെസ്, അങ്കമാലി ഫിസാറ്റ് ഗ്രൗണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അടിപൊളിയായിട്ട് കിറ്റ് ഇതിനു വേണ്ടി എടുത്താണല്ലേ? കിറ്റ് ഇതിന് വേണ്ടി എടുത്താണ്. എന്താവും അറിയില്ല. കളിക്കണം, അടിച്ചു പൊളിക്കണം, ഉഷാറാക്കണം. എന്തായാലും അടിപൊളി ഗ്രൗണ്ടാണ് എന്നാണ് കേട്ടത്. ഞാൻ ഇതുവരെ വന്നില്ല, ആദ്യമായിട്ടാണ് ഫിസാറ്റ് ഗ്രൗണ്ടിൽ വരുന്നത്. നോക്ക് നമ്മുടെ ഇതിലേക്കുള്ള കവാടം എത്ര മനോഹരം. കേരള ക്രിയേറ്റേഴ്സ് ക്രിക്കറ്റ് ലീഗ്, നമ്മുടെ ലൂമിനാർ ടെക്നോളജി പ്രസൻസ് ആണ്. അങ്ങനെ ഒരുപാട് പരസ്യങ്ങളും മറ്റുള്ളൊക്കെ ചേർന്നിട്ടുള്ളതാണ്. എന്റെയൊക്കെ പരസ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷിയാസ് MSD, അതേപോലെ നമ്മുടെ നാസി ഈഗിൾ, അതേപോലെ അനീഷ് ബ്രോ, ശ്രീഹരി ഹരി, അതേപോലെ തന്നെ ചാർലി, ഇവരുടെയൊക്കെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. യാദുൽ ബ്രോ, അതേപോലെ തന്നെ നമ്മുടെ പറവ ഷാരിഖ് ബ്രോ, അയാം സൂപ്പർ ഹീറോ, അതേപോലെ നമ്മുടെ സായി ബ്രോ, അമീർ ഷാ. വാവ്, അടിപൊളി ഗ്രൗണ്ട് കേട്ടോ. ഫിസാറ്റ് ഗ്രൗണ്ട് ആണ്, അങ്കമാലി. അന്ന് എന്റെ അടിപൊളിയാണ്, ഉഷാർ ഗ്രൗണ്ട് ആണ് കേട്ടോ. നമസ്കാരം ബ്രോ. നമസ്കാരം അനീഷ് ബ്രോ. എന്താണ് അടിപൊളിയാണ്. നിങ്ങളെല്ലാരും ഒപ്പമുള്ള വരുന്നത്. പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യ കളി മലപ്പുറവും അതുപോലെ തന്നെ തൃശ്ശൂരും തമ്മിലാണ്. ക്രിക്കറ്റ് ഷാക്ക് തൃശ്ശൂര്, മലപ്പുറം ടൈറ്റൻസ്. ബ്രോ കറക്റ്റ് എന്റെ തന്നെ നിങ്ങളുടെ ടീം ഇവിടെ അടിപൊളിയല്ലേ? ഞാൻ 7 മണി ഷാർലേ ഷാറല്ലേ? എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. ഫസ്റ്റ് മാച്ചാണ്. ഇവരെ പ്രാക്ടീസ് ഒക്കെ കണ്ടിട്ട് പേടിയാകുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മൾ തൂക്കും. യെസ് ബ്രോ. യാദിൽ ബ്രോ അല്ലേ? അടിപൊളിയല്ലേ? സെറ്റാക്കില്ലേ? യെസ്, കറക്റ്റ്. തൃശ്ശൂര് അതുപോലെ തന്നെ മലപ്പുറം ടീമൊക്കെ നല്ല പ്രാക്ടീസിലാണ്. ഹരിക്ക് ഇരുന്ന് ബോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? പൊളിക്കില്ലേ? എന്താക്കും കളി? എന്താക്കും? ഉറപ്പല്ലേ? ചാർലിക്ക് ഒരു കപ്പ് എടുത്തു. അതെ അതെ അതെ. എങ്ങനെയുണ്ട് പരിപാടിയുടെ സെറ്റിംഗ്സ്? എന്തായി? നമ്മുടെ യൂസ്പോർട്ട് TV ആണ് കേട്ടോ നമ്മുടെ ഫുൾ പരിപാടി ടേക്ക് കെയർ ചെയ്യുന്നത്. ഭയങ്കര ഗംഭീരമായിട്ട് പരിപാടികളെല്ലാം. ആള് 2-3 ടൂർണമെന്റുകള് 3-4 മാച്ചുകളുടെ ഇടയിൽ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. വലിയ കാര്യം. നമുക്ക് നാളത്തേക്ക് ആകുമ്പോഴത്തേക്ക് ഭയങ്കര സെറ്റ് ആവും. ഒരു ഉച്ചയാകുമ്പോൾ എല്ലാം ഫുൾ വൈപ്പിലോട്ട്. യാദിൽ ബ്രോന്റെ പ്രാക്ടീസാണ്. യാദിൽ ബ്രോ ഇപ്പൊ തൽക്കാലം കോച്ചായിരിക്കുന്നത്. അടിച്ചു കൊടുത്ത് ക്യാച്ചും പ്രാക്ടീസാണ്. വാ രവി പൊളി. യാദിൽ ബ്രോ
ടീം സെറ്റ് അല്ലേ? ലൈവ് എന്താ അവസ്ഥ? എല്ലാം എത്ര ക്യാമറ ഉണ്ട്? 4 ക്യാമറ. ലൈവ് ടീമും അതുപോലെ തന്നെ കമന്ററി അടിപൊളിയാണ്. Full set ആണ്. Jamon. And he's stretch. Big morning. We are here in Lumina Technola Presence Kerala Creators Cricket League Season 1 co-powered by IIM Studies. Physio partner World Physio. Ayurveda Wellness partner Dr. Shamila Ayurveda. Event partner U Sportiva and associate sponsor Water Squad. The stage is all set. The green top is all set here to start the tournament. So here, Charlie from Cricket Shack Thrissur has won the toss. And what are you going to do? തൃശ്ശൂരിനാണ് ഇത് ടോസ് കിട്ടിയത്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റി. So you're planning നമ്മള് to bat. പ്രൊഫഷണൽ ക്രിക്കറ്റിൽ കാണുന്ന സംഗതിയാണ്. അത് ഒന്നുകൂടി നേരിട്ട് കാണാൻ പറ്റി. സായ് ബ്രോയും അതുപോലെ തന്നെ ചാർലി ആയിരുന്നു ക്യാപ്റ്റൻസ്. തൃശ്ശൂര് മലപ്പുറം അതാണ് ആദ്യ കളി. അപ്പോൾ തൃശ്ശൂരിനാണ് ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത്, എന്താ പറയുക, ടോസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടിപൊളി കളി കാണാം. ഓക്കെ ദീപക് ഭായ്, ഓപ്പണിംഗ് അല്ലേ? അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. അക്ഷയ് അടിപൊളിയാക്കില്ല, സെറ്റാക്കണോടാ. മലപ്പുറം ടീം യാദിൽ പ്രോ ഗൂഗിൾ ദിവിൻ പ്രഭാകർ, ശ്രീരാജ്, സലീല്, ജോ, സബീര്. ടീം സെറ്റാണ് മലപ്പുറം. തൃശ്ശൂർ സെറ്റല്ലേ? നേരത്തെ വൈകി എത്താൻ എങ്ങനെ വന്നത്? കാരണം എന്നാ അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ തൃശ്ശൂർ? അപ്പോ ഫസ്റ്റ് ബോളാണ്, സെബിയിലാണ് ചെയ്യുന്നത് മലപ്പുറത്തിന്. നല്ല ബോൾ. കളിക്കുക. മല്ലു ക്രിക്കറ്റർ നമ്മുടെ ജോമോനാണ് ബോളിങ്. അടിപൊളി, നല്ല ബോള്, നല്ല ബോള്, നല്ല ബോള്. ഗുഡ് ഫീൽഡ്, ഗുഡ് ഫീൽഡ്. ബാറ്റ്, ഗുഡ് ബാറ്റ്. അടിപൊളി, അടിപൊളി, അടിപൊളി. നല്ല കളി, നല്ല കളി, നല്ല കളി. അടിപൊളി, അടിപൊളി. വെള്ളം, വെള്ളം, വെള്ളം. അടിപൊളി. സെറ്റ്. കമോണ്ട്രാ ചാർലി. പൊളി. ഉഷാറൊക്കെ, ഉഷാറ്. അല്ല വരരുത്, പുള്ളി കഴിയാണ്ട് വരരുത്. കമോൺ ചാർലി, കമോൺ. ടീമിന്റെ കളി കഴിഞ്ഞപ്പോ കളി മാറ്റാം. സായ് ആൻഡ് ഹനാസ്. നല്ല മലപ്പുറത്തിന്റെ കരുത്തുറ്റരായ രണ്ടാളുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ തൃശ്ശൂരായിട്ടുള്ള മത്സരം വളരെ കുറച്ച് റണ്ണിനാണ് ആൾ ഔട്ടായത്. 82 എന്നുള്ളതാണ് സ്കോർ. നോക്കണം. ഈ അവസരത്തിൽ കളിയുടെ ചാർലി ബോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി സ്റ്റെപ്പ്. കമാൻ, കമാൻ, കമാൻ. അങ്ങനെ മലപ്പുറം ഒന്നാമത്തെ കളിയിൽ മലപ്പുറം വിജയിച്ചിരിക്കുന്നു. മലപ്പുറം ടൈറ്റൻസ് വിജയിച്ചിരിക്കുന്നു. അടിപൊളി. കമാൻ, കമാൻ ചാർലി, കമാൻ ചാർലി. അടിപൊളി, അടിപൊളി. പോട്ടെ, കുഴപ്പമില്ല. ചാർലി എന്ത് പറയുന്നത്? നമ്മള് ഫൈറ്റ് ചെയ്തു. ഓക്കെ, അടിപൊളി. നല്ല ബോളിംഗ്. ഇത്രയും നേരം പിടിച്ചു നിന്ന് അടിപൊളി. യോ അടിപൊളി, അടിപൊളി. സെറ്റ്, സെറ്റ്. അടിപൊളി. ശ്രേരി അടിപൊളി, നല്ല ബോള്. കമാൻഡ്രാ അടിപൊളി, അടിപൊളി. മാൻ ഓഫ് ദ മാച്ച് അല്ലേ അനാസ്? അടിപൊളി, അടിപൊളി, അടിപൊളി. സെറ്റ്. ഉഷാറല്ലേ? ഗുഡ്. കൊച്ചി പൊളിയല്ലേ? 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 ഉഷാറാക്കില്ലേ? പറന്നു വരുന്നു, പന്തിനെ തടുത്തിടുന്നു.
സച്ചിൻ രവി നമ്മുടെ ഈ കളി കാണാൻ വേണ്ടി ബൗണ്ടറിയോട് കൂടി ആരംഭം കുറിക്കുമ്പോൾ 13-ലേക്ക് സ്പോൺസർ കൂടിയാണ് കൊച്ചി ലെജൻസിന്റെ സ്പോൺസർ കൂടിയാണ് സച്ചിൻ രവി. ഒത്തിരി കളി ഓഹോ കൊച്ചി ഷാരിഖ് ബ്രോ, നിങ്ങളെല്ലാവരും ഒപ്പം വരുമ്പോൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്ത് വരുവാണു അല്ലേ? ബോള് തൊട്ടിട്ടില്ല. സുഖല്ലേ, ഉഷാറല്ലേ, അടിപൊളിയല്ലേ? ഷൂട്ടായിരുന്നു ഇന്നില്ല, ഇനിയിപ്പോ 17-ാം തീയതി ഇല്ല. 17-ാം തീയതി സൂപ്പർ ഹീറോ നമ്മളെ ടീമിനാണ് സപ്പോർട്ട്. അതെ, എങ്കിൽ ഇവിടെ കൊച്ചിയല്ലേ ടീം? റിവാർഡറാണല്ലേ? ഉച്ചയ്ക്ക് ശേഷം കളി അടിച്ചു വിളിക്കില്ല. എന്താ പ്രാക്ടീസ് ഒക്കെ സൂപ്പറാ, അടിപൊളിയല്ലേ? ഞാൻ ടീമിലില്ല. കൈ പരിക്ക് ശരിയായിട്ടില്ല. എന്താണ് ഉഷാറല്ലേ? നിങ്ങൾ ഭയങ്കര പ്രാക്ടീസിലാണ് കൊച്ചി. കപ്പടിക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അടിക്കണം. നമ്മൾ ട്രൈ ചെയ്യും, അത്രേ പറയുള്ളൂ. നമ്മൾ വാശി പിടിക്കൂല. അതെ, അത് പഠിച്ചോൻ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിച്ചോന്റെ അടുത്ത് സ്പെഷ്യലായിട്ട്. ബ്രോ എന്ത് വിശേഷം? കാസർഗോഡല്ലേ? ഹായ്. നമ്മുടെ കൊച്ചി ലെജൻസ് പ്രാക്ടീസിലാണ്. നെക്സ്റ്റ് മാച്ച് മലപ്പുറമായിട്ടല്ലേ? തൃശ്ശൂരായിട്ടാ? അയ്യോ, തൃശ്ശൂരായിട്ടാണ് അടുത്ത മത്സരം. എന്താ അവസ്ഥ കോൺഫിഡൻസ് ജയിക്കും, അടിപൊളിയാവും. ജയിക്കണം. അല്ലേ? കൊച്ചി ലെജൻസിന്റെ പ്രാക്ടീസ് ആണ്. പേരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് പുല്ലെ പോലെ കപ്പടിക്കാന്നതേ ഉള്ളൂ. ഇതിന്റെ ഫസ്റ്റ് സീസണാണ് അടിച്ച ചരിത്രമാണ്. നമ്മൾ എത്ര ചെറിയ ടീമാണെങ്കിലും ഏത് വലിയ ടീമിനെ നമുക്ക് തോപ്പിക്കാം. To Kerala Creators Cricket League Season 1, powered by Lumina Technolab, co-powered by IAM Technologies or IAM Studies. So, going on to the match number 2, which is between Cricket Shack Thrissur and Kochi Legends. Again. So, tails it is. So, Charlie, last time you had chose for batting. സെലക്ട് അക്ഷയ്, ഗോവിന്ദ്, സന്ദീപ്, ഡോക്ടർ അനീഷ്, രാമൻ, സാദി, ഹരി, ഡിസിഷൻസിലെ പ്രശ്നമാണ്. വിഷ്വൽ മെന്റൽ വിഷ്ണു. അടിപൊളി ടീം. തൃശ്ശൂർ കൊച്ചി ലെജൻസിന്റെ ടീമാണ്. കൊച്ചി ലെജൻസിന്റെ ടീമാണ്. ജാബിർ, ഇൻഫോമല്ലു, അഭി, ജിന്ന്, അതേപോലെ അമീൻ, നമ്മുടെ സൂപ്പർ ഹീറോ സഞ്ജു, അഖിൽ, അക്ഷത് സാർ, റൈസി, ജൂനിയർ, ഡോക്ടർ ദീപക്കാണ് വരുന്നത്. സെഞ്ചുറി അടിച്ചാണ് തൃശ്ശൂര്. ക്രിക്കറ്റ് ഷാക്ക് തൃശ്ശൂരിന് വേണ്ടി സെഞ്ചുറി അടിച്ച ദീപക്കാണ് ഔട്ടായത്. റണ്ണൌട്ടാണ്. അദ്ദേഹത്തിന്റെ കാലൊക്കെ ഓടി ഒരു ഇതായി അങ്ങനെ ഔട്ടായതാണ്. ശരി, നല്ല കളിയായിരുന്നു. നോക്കേ ഇന്നത്തെ കളിയില് സഞ്ജു പൊളി, സച്ചു അടിപൊളി നല്ല കളി. സൂപ്പർ ഹീറോ അടിപൊളി കളി കളിച്ചു. തൃശ്ശൂര് വിജയിച്ചിരിക്കുന്നു. പൊളി, ഷറയില്ല. ട്രിവാൻഡ്രം യോ ലീ സ്റ്റോക്ക്
വെൽക്കം ടു ഇന്ത്യ. നിയാസേ, പൊളിക്കില്ലേ? എങ്ങനെയുണ്ട് കളി പ്രാക്ടീസ് ഒക്കെ സെറ്റല്ലേ? ടീം എന്താ അവസ്ഥ? നന്നായിട്ട് പോകണ്ട്. എല്ലാവരും Practice നന്നായിട്ട് ഉണ്ടല്ലോ. പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുക. കപ്പടിക്കില്ലേ? നോക്കാം മാക്സിമം. 4 ടീമും കപ്പെടുക്കുന്ന മാക്സിമം നോക്കാം. ഉഷാറാക്കി. ഓക്കെ, താങ്ക് യു. ഓനോ, ഞാൻ ഏലുമില്ല, അതുകൊണ്ട് 4 ടീമിന് സപ്പോർട്ട് ചെയ്യാം. കൈ ശരിയാകത്തോണ്ടേ ഇതാണ് കണ്ടില്ലേ വളഞ്ഞിക്കുന്നു. എല്ലാം ഓരോ വഴിക്കാണല്ലോ. ഇത് കണ്ടില്ലേ വളഞ്ഞിക്കുന്നു. മോനെ വിഷ്ണു ജോഷി, സുഖം ഉഷാറല്ലേ? 7 മണിക്ക് 7 മണിക്ക് എത്തി. തിരുവനന്തപുരം ടീം പ്രാക്ടീസിലാണ്. ഫവാസ് കാസർകോട്ട് യോ ഉഷാറല്ലേ? പ്രാക്ടീസിലാണ്. ഫസ്റ്റ് അജയ്, DSP, ഇതേപോലെ അൻഷി, ക്രിഷ്, GP റൈഡ്, പിന്നെ സച്ചി, MSG, ഹരീഷ് ടോക്ക്, സോനു, അങ്ങനെ ഒരുപാട് ആളുകൾ. ഫവാസ് കാസർകോട്ട്, ഈഗിൾ ബ്രോ എന്നിട്ടുണ്ട്. ഇവിടെ അവൈലബിൾ ആണ്. Afternoon, and all present here. We are here for the toss time for match number 3. Lumina Technolab presents Kerala Creators Cricket League 2026 Season 1, co-powered by IAM Studies. Thank you, Physio partner, All Physio, Ayurveda partner, Dr. Shamdas Ayurveda Wellness, and thank you to U Sportive, the event partner and associate sponsor, Viral Sport. We got the 2 captains out here in the center. I got Sai Krishnan on my left and Sachu, the captain of IMSIM Trivandrum. This is the call from Shias. Tails it is. So, Sai Krishnan on the toss, and what you're up to? They are electing to bat first. ഇന്നത്തെ അവസാന മാച്ചാണ്, 3ാമത്തെ മാച്ചാണ്. തിരുവനന്തപുരവും അതുപോലെ തന്നെ മലപ്പുറവും തമ്മിലുള്ള വാശേറി മത്സരമാണ്. നമ്മുടെ ഈഗിളും സച്ചു ഉള്ള ടീമാണ് തിരുവനന്തപുരം. സായ് ഉള്ള ടീമാണ്. സായാണ് ഇപ്പോൾ ബാറ്റിംഗ് ചെയ്യുന്നത്. സച്ചു ഫസ്റ്റ് ബോളിംഗ്, അടിപൊളി, നല്ല ഗുഡ് ബോളിംഗ്, വൈഡായിട്ടുണ്ട്. എന്തായാലും 3ാമത്തെ കളിയാണ് നടക്കുന്നത്. IMSIM ട്രിവാൻഡ്രം ടീമിന്റെ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കാൻ വന്ന ടീം. അടിപൊളിയല്ലേ? ഉഷാറല്ലേ? ജയിക്കില്ലേ? Well bowled, really well bowled. Tossed up. ട്രിവാൻഡ്രം ബാറ്റിംഗ് ആണ്, മലപ്പുറം ബോളിംഗ് ആണ്. 203 റണ്ണ്, 204 റണ്ണ് മലപ്പുറം എടുത്തു. 3 വിക്കറ്റ് പോയി. ഇന്ന് 2 കളിയിലും ജയിച്ചിട്ടുണ്ട് മലപ്പുറം. നിങ്ങളാണ് ഫിസിയോ നോക്കുന്നത് അല്ലേ? ഓക്കെ. എന്താ നിങ്ങളെ ഇതിന്റെ പേരെന്തായിരുന്നു? ഞങ്ങളുടെ പേര് വോൾ ഫിസിയോ. ഓക്കെ. എവിടെ? നമ്മുടെ ക്ലിനിക്ക് വരുന്നത് കാക്കനാട് വരുന്നുണ്ട്, പനമ്പള്ളി, പാലാരിവട്ടം, ആലുവ, പിന്നെ ട്രിവാൻഡ്രം വരുന്നുണ്ട്. 5-6 ബ്രാഞ്ച് ഉണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ മെയിൻ ആയിട്ട് വരുന്നത് സ്പോർട്സ് വരുന്നുണ്ട്, ഓർത്തോപെഡിക്, അതുപോലെ ന്യൂറോ വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ടയേർഡ് ആയതുകൊണ്ട് ആ സന്തോഷ പ്രകടനത്തിന് പോലും പറ്റുന്നില്ല. കളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് സച്ചു സെഞ്ചുറി അടിച്ചതുകൊണ്ട് അവരെല്ലാരും കൈയടിച്ച് കയറുന്നു. അപ്പൊ ഞാൻ ഹരിനോട് പറയായിരുന്നു, ഇപ്പൊ ആരാ ജയിച്ചേ, കാരണം അത്ര ടയേർഡ് ആയിപ്പോയി. പക്ഷെ നല്ല കളിയാണ് ഒന്നാമത്തെ നല്ല ബോളിംഗ് അടിപൊളിയാക്കി സെറ്റാക്കിയിരുന്നു. പക്ഷെ ആ ബാറ്റിംഗ് ഓർഡറിലോ ബാറ്റിംഗ് ഓർഡറിലല്ല, ആ സമയത്ത് ഫസ്റ്റ് പുള്ളി ആയിരുന്നില്ലേ, ജാബിറല്ല അവരുടെ പുള്ളി അടിപൊളിയായിട്ട് എറിഞ്ഞു. അവിടെ ദീപകിന്റെ വിക്കറ്റ് പോയപ്പോ എനിക്ക് എന്താന്ന് വെച്ചാൽ മുന്നേ ദീപക് കളിക്കണം, ദീപക്കാണ് അവിടെ കളിക്കേണ്ടത്. ദീപക് കളിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഹരിയിൽ അത്രയും പ്രഷർ വരും. അപ്പൊ ദീപക്കും അവിടെ കളിച്ചില്ല, ഹരി അവിടെ റണ്ണൌട്ട് ആവുകയും കൂടെ ചെയ്ത സമയത്ത്. പക്ഷെ നമ്മളത് 80 റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട്. അതിനു മുമ്പ് ശരിക്ക് അതിലും ഡൗൺ ആവണ്ടായിരുന്നു റണ്ണ്, പക്ഷെ 80 എത്തിച്ചു. ഒരു അടി വന്നു ഇടയില്.
ഇടയ്ക്ക് ഗോവിന്ദ് വന്നു വായിച്ചു നന്നായിട്ട്. അപ്പം നമ്മളെ 80 അടിച്ചിട്ട് ഈസി ആയിട്ട് അവർ ജയിക്കുന്ന കരുതിയിടത്തും നമ്മള് നന്നായിട്ട് ബോൾ ചെയ്തിട്ട് ആ യാദിലിന്റെ ക്യാച്ച് മിസ്സായതും അത് കഴിഞ്ഞിട്ടുള്ള 6 ആ 12 റണ്ണും ഭയങ്കര വിലപ്പെട്ടതായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ കളി ഇറങ്ങിയ സമയത്തും എന്റെ ആ ഫസ്റ്റ് കളിയിലെ പോലെ തന്നെ ദീപക് അടിച്ച കളിയായി. ദീപക് അടിച്ചു, അവരെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. 2 ക്യാച്ച് ലെക്കാണ്. പക്ഷെ അസാധ്യ കളി. അതായത് നമ്മുടെ കൂട്ടത്തില് ക്രിക്കറ്റ് കളി കാണുന്നവർക്ക് ആക്ച്വലി അവന്റെ ഷോട്ടുകൾ സകലം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഷോട്ടുകൾ അത്രയും കാലം പ്രാക്ടീസ് ചെയ്തതിന്റെ ഉണ്ട്. ഭയങ്കര ക്രിക്കറ്റിനെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വേറെ ലെവലിൽ എത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ലോ അവനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം അത് അവൻ അടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഹരിക്ക് കളിക്കാൻ പറ്റില്ല, ഹരി അതുകൊണ്ട് അടുത്ത കളി കളിക്കുന്നു വിചാരിക്കണം. ബോളിംഗിൽ നമ്മൾ വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു 13 ഓവർ വരെയൊക്കെ നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ 5 ഓവർ എല്ലാവരും ടയേർഡായി. പക്ഷേ നമ്മൾ ഈ KCCL എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ സന്തോഷം നോക്കിയാൽ നമ്മളൊരു പുതിയ കമ്മ്യൂണിറ്റി ആയിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു, സംസാരിക്കുന്നു. 53ഓളം അതിന് നാസിഫിനോട് തന്നെ ഇതിപ്പോ റിപ്പീറ്റഡ് എത്ര നാസിഫ് ഈസ് ദ ഓൺലി വൺ ഇതിനെല്ലാം ഓടി അടിപൊളിയാക്കിയത്. അപ്പൊ സകല കളിയുടെ എല്ലാ പ്രേക്ഷകരോടും താങ്ക് യു സോ മച്ച്. പിന്നെ നേരത്തെ ഫസ്റ്റ് കളിയിൽ ജയിച്ചിരിക്കുന്നു. അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് വിക്കറ്റ് പോയി കഴിഞ്ഞപ്പോൾ യാദവ് ഖാന്റെ കിടലിന് ഒരു ഇന്നിങ്സ് അതാണ് ശരിക്കും പറഞ്ഞ ബൂസ്റ്റ് ആയത്. 19 റൺ കാര്യമായിട്ട്. കാരണം നമ്മള് മെയിൻ ബാറ്റേഴ്സ് എല്ലാവരും ഒന്ന് ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് യാദവ് ഖാൻ കിടലിനായിട്ട് ബാറ്റ് ചെയ്തു. അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല സീരിയസ്ലി. അത് കഴിഞ്ഞിട്ട് പിന്നെ വിക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒറ്റ സംഭവം ഉണ്ടായുള്ളൂ, തട്ടി കളി ജയിക്കാൻ. കാരണം കുറച്ച് സ്ട്രഗിളിലേക്ക് പോയായിരുന്നു. പിന്നെ നമുക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, കുറെ ബോളുണ്ട്, സിംഗിൾ എടുത്താൽ മതി. അങ്ങനെ നമ്മൾ ക്യാപ്റ്റൻ സിംഗിൾ എടുത്ത് കളി ജയിക്കുക. പാലക്കാട്. അപ്പൊ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ കേരള ക്രിയേറ്റേഴ്സ് ക്രിക്കറ്റ് ലീഗ് 1-ാം ദിനം അവസാനിക്കുമ്പോൾ 3 കളികളാണ് നടന്നത്. ആദ്യ കളിയിൽ തൃശ്ശൂരാണ് പരാജയപ്പെട്ടത്, മലപ്പുറം ജയിച്ചു. വളരെ കുറച്ച് റണ്ണ് മാത്രമാണ് തൃശ്ശൂർ എടുത്തത്. കുറെ റണ്ണൌട്ടും മറ്റുള്ളൊക്കെയാണ് ഉണ്ടായത്. 80 റണ്ണെടുത്തു. 81 റണ്ണിന് മലപ്പുറം ജയിച്ചു. അതിൽ തിരക്കേടില്ലാണ്ട് കളിച്ചത്, ബാറ്റിംഗ് ചെയ്തത് നമ്മുടെ യാദൽ ബ്രോ ആണ്. 13 ബോളിൽ 19, 2 സിക്സും മറ്റുള്ളൊക്കെ എടുത്ത് തിരക്കേടില്ലാണ്ട് കളിച്ചു. എന്തായാലും അതിൽ മാൻ ഓഫ് ദ മാച്ച് ആയ ആളുടെ പേര് മറന്നുപോയി. എന്തായാലും അതാണ് ഉണ്ടായത്. രണ്ടാമത്തെ കളിയിൽ അതുപോലെ തന്നെ നടന്നത് തൃശ്ശൂരും അതുപോലെ തന്നെ കൊച്ചിയും തമ്മിലുള്ള കളിയായിരുന്നു. അതിൽ തൃശ്ശൂർ ജയിച്ചു. നല്ല രസമുള്ള കളിയായിരുന്നു. ഏകദേശം 200-നടുത്ത് സ്കോർ വന്നു. 198 അതിനെന്തോ സ്കോർ വന്നു. 153 റണ്ണെടുത്തിട്ട് കൊച്ചി ഓവർ കഴിയാണ് ചെയ്തത്. എന്തായാലും തൃശ്ശൂരാണ് ജയിച്ചത് രണ്ടാമത്തെ കളിയിൽ. അതിൽ 2 സെഞ്ചുറികൾ പിറന്നു. ഒന്ന് നമ്മുടെ ദീപകിന്റെ വക തൃശ്ശൂരിന് വേണ്ടി 130 റണ്ണെടുത്തു. രണ്ടാമത്തെ സെഞ്ചുറി നമ്മുടെ സൂപ്പർ ഹീറോ ആണ് സെഞ്ചുറി അടിച്ചത്. നല്ല അടിപൊളി കളിയാണ് രണ്ടുപേരും കളിച്ചത്. അതേപോലത്തെ മൂന്നാമത്തെ കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് വിക്കറ്റാണ് ബാക്കിയുള്ളത്. നല്ല അടിപൊളി കളിയായിരുന്നു. 15 ഓവറാണ് കളിച്ചത്. മലപ്പുറവും തിരുവനന്തപുരമായിരുന്നു. മലപ്പുറം 15 ഓവറിൽ 204 റണ്ണെടുത്തു. ഇവരിപ്പോൾ ഏകദേശം 49 റണ്ണിന് 9 വിക്കറ്റ് പോയി. ഇനി 1 വിക്കറ്റാണ് പോകണം. അപ്പോൾ ഏകദേശം കളിയുടെ തീരുമാനമായി. മലപ്പുറം ജയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അടിപൊളി. 2 കളിയിലും ഇന്ന് മലപ്പുറം ജയിച്ചു, 1 തൃശ്ശൂർ ജയിച്ച്. ഇന്ന് 3 കളികൾ അവസാനിക്കണം. നാളെയും മറ്റന്നാളും കളികളുണ്ട്. ഏകദേശം മലപ്പുറം ഫൈനലിൽ പ്രവേശിക്കാനാണ് ചാൻസ്. ഇനി ഞാൻ ഉണ്ടാവില്ല. എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.